അമ്മേ! ഹോളിൽ നിന്നും മഹേഷിൻ്റെ ശബ്ദം വൈക ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. ദേവികമ്മ വേഗം ഒരു ഗ്ലാസ് ചായ എടുത്തു. ദാ, മോളിത് മഹിക്ക് കൊണ്ടു കൊടുക്ക്. ഞാനോ എന്ന ഭാവത്തിൽ വൈക ദേവികമ്മയെ നോക്കി. ഇനിയും എന്തേലും പറയുമോ എന്ന ഭയം അവൾക്കുണ്ട്. ദേവികമ്മ ഒന്നുകൂടെ നിർബന്ധിച്ചപ്പോൾ വൈക മേൽച്ചുണ്ടിൽ പൊടിഞ്ഞ വിയർപ്പ് കണങ്ങളെ തുടച്ചു നീക്കി ചായയും വാങ്ങി മഹേഷിനരികിലേക്ക് നടന്നു. കാലിന്മേൽ കാൽ കയറ്റി വെച്ച് ഫോണിൽ മുഖം പൂഴ്ത്തിയിരിക്കുന്ന മഹേഷിന് മുന്നിലേക്ക് ചായ നീട്ടി. ചായ നീണ്ടുവന്ന കൈയിലേക്കും പരിഭ്രമം നിറഞ്ഞ അവളുടെ മുഖത്തേക്കും നോക്കി മഹേഷിൻ്റെ അതിരങ്ങൾ മെല്ലെ വിരിഞ്ഞപ്പോൾ അവിശ്വസനീയതയോടെ വൈകിയുടെ കണ്ണുകൾ വിടർന്നു. ഒപ്പം മനസ്സിനൊരു തണുപ്പും. ഒരു കാമുകൻ്റെ ഭാവത്തോടെ തന്നിലേക്ക് പാളി വീഴുന്ന മഹേഷിൻ്റെ ഭാവങ്ങൾ വൈകിക്ക് പുതുമയുള്ളതായിരുന്നു. മഹേഷ് വൈകിയോട് അരികിലിരിക്കാൻ കണ്ണുകൾ കൊണ്ട് പറഞ്ഞ് അല്പം ഒതുങ്ങിയിരുന്നു. മുന്നിൽ മനു ഇരിക്കുന്നു. മടിയോടെ നിൽക്കുന്ന വൈകിയുടെ കയ്യിൽ പിടിച്ചവൻ അരികിലേക്കിരുത്തി. പതർച്ചയോടെ മനുവിനെ നോക്കുമ്പോൾ താൻ നോക്കിയത് കൊണ്ടാകും പെട്ടെന്ന് തന്നിൽ നിന്നും മിഴികൾ പിൻവലിച്ച് എഴുന്നേറ്റ് പോയി. സോറി വൈക. ചായക്കപ്പ് മുന്നിലെ ചെറിയ ഗ്ലാസ് ടേബിളിൽ വെച്ച് അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്തു മഹേഷ്. ആദ്യ ദിവസം തന്നെ വിഷമിപ്പിച്ചു അല്ലേ? വൈക അവനെ തന്നെ ഉറ്റുനോക്കിയിരിക്കുകയാണ്. കവളിൽ ചേർത്തിരിക്കുന്ന അവൻ്റെ വിരലുകളുടെ ചെറുചൂട് അറിയുന്നുണ്ട്. താൻ ക്ഷമിക്ക്, എനിക്കങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പെട്ടെന്ന് ദേഷ്യം വരും. സോറി. വൈകിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. തുറന്നൊന്ന് സംസാരിച്ചല്ലോ. വിവാഹത്തിന് മുന്നേ പറയാമായിരുന്നില്ലേ എന്ന് ചോദിക്കാൻ മുന്തിയ നാവിനെ അവൾ സ്വയം തടഞ്ഞു. നമുക്കൊന്ന് പുറത്തു പോകാം. താൻ പോയി റെഡിയായിക്കോ. പുറത്തുനിന്നും കഴിക്കാം. നിറഞ്ഞ കണ്ണുകളോടെ പുഞ്ചിരിച്ചുകൊണ്ട് വൈക തലയനക്കി എഴുന്നേറ്റും. അടുക്കളയിലേക്ക് ചെല്ലുമ്പോഴും ദേവകിയമ്മയോട് പറഞ്ഞ് സമ്മതം ചോദിക്കുമ്പോഴും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നുണ്ടായിരുന്നു അവളുടെ ഹൃദയം. റൂമിൽ കയറി തൻ്റെ ബാഗിൽ നിന്നും നല്ലൊരു ജോഡി ചുരിദാർ എടുത്തു വാഷ്റൂമിലേക്ക് കയറി. ഡ്രസ്സ് മാറ്റി ഇറങ്ങി വരുമ്പോൾ മഹേഷ് റൂമിലുണ്ട്. ഷർട്ടും മുണ്ടും മാറ്റി ഒരു ജീൻസും ടീഷർട്ടും ധരിച്ചിട്ടുണ്ട്. വേറെ ഡ്രസ്സൊന്നും ഇല്ലേ തനിക്ക്? തനിക്ക് വാങ്ങിയതൊക്കെ ആ ബാഗിൽ കാണും. തലമുടി ചീകി ഒതുക്കിക്കൊണ്ട് കട്ടിലിനോട് ചേർന്നിരിക്കുന്ന ബാഗിലേക്ക് മഹേഷ് ചൂണ്ടി. സ്വന്തം ചുരിദാറിലേക്കൊന്നവൾ നോക്കി. മഞ്ഞയിൽ വെള്ള കുഞ്ഞി പൂക്കളുള്ള ചുരിദാറാണ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചുരിദാർ. മഹേഷിനെ പിണക്കാൻ നിൽക്കാതെ മഹേഷ് കാണിച്ച ബാഗിനരികിലേക്ക് ചെന്ന് കുനിഞ്ഞിരുന്ന് ബാഗ് തുറന്നു. ഏറ്റവും മുകളിൽ ഒരു പാവാടയും ബനിയനും. അത് മാറ്റി അടുത്തത് നോക്കുമ്പോൾ ഷോർട്ട് ജീൻസും സ്ലീവ്ലെസ് ടോപ്പും. ഒരു ചുരിദാറിനായി പരതുമ്പോൾ അവളുടെ കൈകൾക്ക് വേഗതയേറി. എൻ്റെ ഇഷ്ടത്തിനെടുത്ത ഡ്രസ്സാ. ഞാൻ ഇങ്ങനത്തെയൊന്നും ധരിക്കാറില്ല മഹേഷ് ഏട്ടാ. മടിയോടെ അവൾ പറഞ്ഞു. ഇനി ധരിക്കാം. അവൻ്റെ ശബ്ദത്തിലെ ആജ്ഞ തിരിച്ചറിഞ്ഞതുപോലെ ഏറ്റവും മുകളിലിരുന്ന ലോങ് സ്കർട്ടും ഷർട്ടും എടുത്തു. വാഷ്റൂമിലേക്ക് കയറുമ്പോൾ കരച്ചിൽ വന്നിരുന്നു. പുറത്തു പോകാനുള്ള ആവേശമെല്ലാം കെട്ടടങ്ങിയതുപോലെ. തീരെ ചെറുപ്പത്തിലല്ലാതെ താൻ ഇതുപോലത്തെ ഒന്നും ധരിച്ചിട്ട് പോലുമില്ല. വീട്ടിൽ നൈറ്റി മാത്രമാണ് ധരിക്കാറ്. ടെക്സ്റ്റൈൽസിൽ സാരിയും പുറത്തിറങ്ങിയാൽ ചുരിദാറും. കഴിഞ്ഞില്ലേ വൈക? കഴിഞ്ഞു. പുറത്തുനിന്നുള്ള ചോദ്യം കേട്ട് പെട്ടെന്ന് ഡ്രസ്സ് മാറ്റി. ചുവന്ന ഷർട്ടും ചുവപ്പും വെള്ളയും ഇടകലർന്ന ലോങ് സ്കേർട്ടും. തനിക്കൊട്ടും ഇണങ്ങാത്തതുപോലെ തോന്നി വൈകിക്ക്. കൈ മുകളിലേക്കോ മറ്റോ പൊക്കിയാൽ വയറ് കാണും, കുനിഞ്ഞാൽ പുറം കാണും. ധരിച്ചപ്പോൾ അത്തരം ഒരു ഷർട്ട്. ഷർട്ടിന് പുറത്തൂടെ കാണുന്ന മാറിടത്തെ മറയ്ക്കാൻ മുടിയഴിച്ച് ഇരുവശത്തായി മുന്നിലേക്കിട്ടു. തലമുടി പോണിട്ടയിൽ കിട്ടിയാൽ മതി. ഇത്തരം ഡ്രസ്സുകൾക്ക് അതാ നല്ലത്. തൻ്റെ ഓരോ പ്രവൃത്തികളും വീക്ഷിച്ചു നിൽക്കുന്നതിനിടയിൽ മഹേഷ് പറഞ്ഞു. വല്ലായ്മയോടെ തലമുടി ഉയർത്തിക്കെട്ടി. പിന്നിൽ നിന്നും മിററിലൂടെ തന്നിലേക്ക് പാളി വീഴുന്നവൻ്റെ നോട്ടം കൈ ഉയർത്തുമ്പോൾ കാണുന്ന നഗ്നമായ വയറിലേക്കാണെന്നറിഞ്ഞതും ചമ്മലോടെ അവൾ കൈകൾ താഴ്ത്തി. ഇത്രയും ലോങ് ഹെയർ തനിക്ക് ഒട്ടും ചേരില്ല. ഒന്നും മിണ്ടിയില്ല. വെറുതെ ചിരിച്ചു കൊടുത്തു. ബിന്ദു ചേച്ചി എപ്പോഴും പറയാറുണ്ട് ഞങ്ങളുടെ 3 പേരുടെയും തലമുടി നല്ല ഭംഗിയാണെന്ന്. ടെക്സ്റ്റൈൽസിൽ ചെല്ലുമ്പോൾ ചേച്ചിമാരൊക്കെ എത്രയോ തവണ പറഞ്ഞിരിക്കുന്നു. പൊട്ടുവയ്ക്കുന്നത്, കമ്മല്, ചെരുപ്പ്, അങ്ങനെയെല്ലാം മഹേഷിൻ്റെ താല്പര്യത്തിന് നിന്നുകൊടുത്തു വൈക. തന്നെ അനുസരിക്കുന്ന അനുസരണയുള്ളൊരു ഭാര്യയായി മാറിയിരുന്നു മഹേഷിനെ സംബന്ധിച്ച് വൈക. താഴേക്കിറങ്ങി ചെല്ലുമ്പോൾ ഏവരെയും അഭിമുഖീകരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ തോന്നി. അവളുടെ വടിവൊത്ത ശരീരത്തിൽ ചേർന്ന് കിടക്കുന്ന ഡ്രസ്സിൽ മനുവിൻ്റെ കണ്ണുകൾ അവളുടെ ശരീരത്തിലൂടെ ഒന്നൊഴിഞ്ഞു.
തൻ്റെ വേഷവും ഭാവവും ഒന്നും അവിടെ ആർക്കും യാതൊരു പ്രശ്നവുമല്ലെന്ന് അവൾക്ക് തോന്നി. തൻ്റെ താല്പര്യമില്ലായ്മ കൊണ്ട് അവർ എന്ത് വിചാരിക്കും എന്ന ചിന്തയാണ്. കാറിലിരിക്കുമ്പോൾ മഹേഷ് വാതോരാതെ സംസാരിക്കുന്നു. എല്ലാം മൂളിക്കേട്ടാൽ മാത്രം മതി. തന്നോടായിട്ടൊന്നും ചോദിക്കുന്നില്ല. നന്നായി എന്ന് അവൾക്ക് തോന്നി. നീ എന്തിനാ ഈ ഷർട്ടിൽ ഇങ്ങനെ വലിച്ചു പിടിച്ചിരിക്കുന്നത്? നിന്റെ ഭാവം കണ്ടാൽ തോന്നും ഇതൊക്കെ നിനക്ക് മാത്രമേ ഉള്ളൂ എന്ന്. കാറിൽ നിന്നിറങ്ങി റെസ്റ്റോറൻറ്റിലേക്ക് നടക്കുമ്പോൾ മുഖം ചുളിച്ച് മഹേഷ് പറഞ്ഞപ്പോൾ വൈകിയുടെ കണ്ണുകളിൽ നനവ് പടർന്നു. എനിക്കിതൊന്നും ശീലമില്ല മഹേഷേട്ടാ, എന്തോ പോലെ. അവളുടെ പതിഞ്ഞ ശബ്ദം കേട്ടതായി പോലും ഭാവിക്കാതെ മഹേഷ് റെസ്റ്റോറൻറ്റിലേക്ക് കയറി. സന്ധ്യ മയങ്ങി തുടങ്ങിയിരിക്കുന്നു. ആരുടെയൊക്കെയോ നോട്ടം തന്നിലേക്ക് വീഴുന്നത് പോലെ തോന്നിയപ്പോഴാണ് മഹേഷേട്ടന് പിന്നാലെ വേഗം കയറി ചെന്നത്. എന്താ കഴിക്കാൻ വേണ്ടതെന്ന് പോലും ചോദിക്കാതെ താൻ മുമ്പ് കേട്ടിട്ട് പോലുമില്ലാത്ത പേരറിയാത്ത എന്തോ ആഹാരം കൊണ്ടുവരാൻ പറഞ്ഞു. മുന്നിലേക്ക് കൊണ്ടുവന്ന ഭക്ഷണം എങ്ങനെയാ കഴിക്കേണ്ടതെന്ന് പോലും അറിയാതെ ഒരു നിമിഷം അവൾ ഇരുന്നു. മഹേഷ് സ്പൂണിൽ കോരി കഴിക്കുന്നത് കണ്ടപ്പോൾ അവളും സ്പൂൺ കയ്യിലെടുത്തു. മുന്നിലിരിക്കുന്ന ആൾ ഇഷ്ടത്തോടെ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ പേര് പോലും അറിയാതെ വിഷമിച്ചുകൊണ്ടവൾ കഴിച്ചിറക്കി. വീട്ടിൽ വരുമ്പോൾ സമയം 8 കഴിഞ്ഞിരുന്നു. മഹേഷിനെ കാത്തുന്ന പോലെ 3-4 കൂട്ടുകാരും ഉണ്ടായിരുന്നു. വിവാഹത്തിന് ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുത്തപ്പോൾ മഹേഷ് പരിചയപ്പെടുത്തിയതോർക്കെ വൈകിയും പരിചിതഭാവത്തിലൊന്ന് ചിരിച്ചു. ഓരോരുത്തരുടെയും സ്നേഹപ്രകടനങ്ങൾ മുറയ്ക്ക് നടക്കുന്നു. റൂമിലെത്തി വാവയെയും വേദുവിനെയും ഒന്ന് വിളിക്കണമെന്ന് മാത്രമാണ് വൈകിയുടെ മനസ്സ് മുഴുവൻ. മോള് പോയി ഡ്രസ്സൊക്കെ മാറിക്കോ, ചെല്ല്. ഇപ്പോൾ പോവണ്ട, ഇവിടെ ഇരിക്കെ. ദേവകിയമ്മയുടെ ശബ്ദത്തിന് മുകളിൽ മഹേഷിൻ്റെ ശബ്ദം ഉയർന്നു. ദേവകിയമ്മയെ ഒന്ന് നോക്കി മഹേഷിനരികിലായി സെറ്റിയിൽ തന്നെ ഇരുന്നു. മഹിമ കുട്ടികളെയും കൊണ്ട് ഉറക്കാൻ കയറി. അല്ലെങ്കിലും ഇങ്ങനെയുള്ള കൂടലുകൾ ഉണ്ടാകുന്ന സമയത്ത് പുറത്തിറങ്ങാറേയില്ല. അച്ഛനും അമ്മയും അവിടെ നിന്നും പതിയെ വലിഞ്ഞപ്പോൾ മനുവും അവരിലൊരാളായി. അസ്വസ്ഥതയോടെ ഇരിക്കുന്നവളിലേക്ക് മനുവിൻ്റെ നോട്ടം പാറി വീണുകൊണ്ടിരുന്നു. ഇരിക്കുന്ന ചെയറിനടിയിൽ നിന്നും കൂട്ടത്തിലൊരാൾ മദ്യക്കുപ്പി മുന്നിലെ ടേബിളിലേക്ക് വെച്ചപ്പോൾ വൈക ഇരുന്നിടത്തു നിന്നും പെട്ടെന്ന് എഴുന്നേറ്റു. പോയി വെള്ളവും ഗ്ലാസും എടുത്തുകൊണ്ട് വാ. മുഖത്തേക്ക് നോക്കി ആജ്ഞാപിക്കുന്നതിന് മുന്നിൽ തലയനക്കി അടുക്കള ലക്ഷ്യം വെച്ച് നടന്നു. ജഗ്ഗിൽ വെള്ളം എടുത്തപ്പോൾ തടഞ്ഞുകൊണ്ട് ദേവകിയമ്മ ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത വെള്ളം മുന്നിലേക്ക് നീട്ടി. അവർക്കേറെ പരിചിതമായ കാര്യം. വൈകി അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ കുറ്റവാളിയെപ്പോലെ അവരുടെ തല താഴ്ന്നു. കരയണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ഉപേക്ഷിച്ച് പോകണമെന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആകും കുടുംബജീവിതം. സ്വയം ആശ്വസിച്ചവൾ വീണ്ടും വീണ്ടും പരീക്ഷിക്കരുതേ ദൈവങ്ങളെ. മൗനമായി നെഞ്ചുപൊട്ടി കേഴുന്നുണ്ടായിരുന്നു അവൾ. നീ പൊയ്ക്കോ. വെള്ളക്കുപ്പി ടേബിളിൽ വയ്ക്കുമ്പോൾ അവളുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി മഹേഷ് പറഞ്ഞു. ആശ്വാസത്തോടെ അവനെ ഒന്ന് നോക്കി വേഗം റൂമിലേക്ക് കയറിപ്പോയി. ഫോണെടുത്ത് വാവയുടെ ഫോണിലേക്ക് വിളിച്ചു. ആദ്യത്തെ റിങ്ങിൽ തന്നെ കോളെടുത്തു. ചേച്ചി, വാവയുടെ ശബ്ദം. വൈകിയുടെ മിഴികളിൽ നനവ് പടർന്നു. ചേച്ചി എന്താ വിളിക്കാതിരുന്നത്? അത് മോളെ പുറത്തു പോയിരിക്കുകയായിരുന്നു. ആണോ? മഹേഷേട്ടൻ എവിടെ? താഴെയുണ്ട്. മക്കള് കഴിച്ചോ? വേദൂസേ, നാളെ സ്കൂളിൽ പോകണം കേട്ടോ. ഭാവയുടെ കൂടെ തന്നെ നിന്നോണം. ചേച്ചി എന്നാ ഇങ്ങോട്ട് വരുന്നത്? വേദു കണ്ണുകൾ നിറച്ച് ചോദിച്ചു. ചേച്ചി വരാം. എങ്കിൽ മക്കള് കിടന്നോ? മഹേഷേട്ടൻ വരുന്നതിന് മുന്നേ പോയൊന്ന് കുളിക്കണമെന്നൊരു ചിന്തയോടെയാണ് പെട്ടെന്ന് കോൾ അവസാനിപ്പിച്ചത്. വേഗം പോയി കുളിച്ച് ഡ്രസ്സ് മാറ്റി വന്നു. താഴെ നിന്നും കളിയും ചിരിയും ഉച്ചത്തിലുള്ള സംസാരവും കേൾക്കാം. മഹേഷേട്ടൻ എന്താ ഇങ്ങനെ? തുറന്നിട്ട ജനാലയുടെ അഴികളിൽ കൈ ചേർത്ത് നിൽക്കുമ്പോൾ വൈക ചിന്തിച്ചു. ഏറെ നേരം ആലോചനയോടെ അതേ നിൽപ്പ് തുടർന്നു. ആദ്യമായി മഹേഷിനെ കണ്ടതു മുതൽ അല്പം മുമ്പ് നടന്നതുവരെ മനസ്സിലൂടെ കടന്നുപോയി. ആദ്യം മുതലേ മനസ്സിലൊരു നെഗറ്റീവ് ഫീലാണ്. അങ്ങനെ താൻ ചിന്തിക്കുന്നത് കൊണ്ടാണോ? വല്ലാത്തൊരസ്വസ്ഥത അവളെ പൊതിഞ്ഞു. മാറുമെന്ന് മനസ്സിൻ്റെ പാതി ചിന്തിക്കുമ്പോഴും ഇനിയുള്ള തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർത്തുള്ള ആകുലതകളായിരുന്നു മറുപാതിയിൽ. വയറിനെ ചുറ്റിവരിഞ്ഞ കൈയുടെ മുറുക്കം അറിഞ്ഞപ്പോഴാണ് ഞെട്ടലോടെ ചിന്തകളിൽ നിന്നുണർന്നത്. തോളിലേക്ക് മുഖം ചേർത്തപ്പോൾ മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം. മുഖം കഴുത്തിലേക്ക് തിരിച്ച് അമർത്തി ചുംബിച്ചപ്പോൾ വിറയലോടെ കുതറിമാറാൻ ശ്രമിച്ചു. മഹേഷിൻ്റെ കൈകളുടെ മുറുക്കം കൂടി. കുറച്ച് കുടിച്ചിട്ടുണ്ട്, ഒന്ന് സഹകരിച്ചേക്കണേ ഭാര്യയെ. മഹേഷിൻ്റെ ഇക്കിളിപ്പെടുത്തുന്ന ശബ്ദം കാതുകളിൽ പതിഞ്ഞപ്പോൾ വൈക വെട്ടി വേർത്തു.
ശരീരത്തിൽ നിന്നും മഹേഷിൻ്റെ കൈ അഴിഞ്ഞപ്പോൾ ആശ്വാസത്തോടെ അവൾ അല്പം പിന്നിലേക്ക് നീങ്ങി നിന്നു. ഉയർന്നു താഴ്ന്ന തൻ്റെ ഹൃദയമിടിപ്പിനെ നേരെയാക്കാൻ ശ്രമിച്ചു. പിന്നിൽ നിന്നും മഹേഷ് തൻ്റെ ടീഷർട്ടും ജീൻസും അഴിച്ചു മാറ്റി വൈകിയുടെ ഷോൾഡറിൽ പിടിച്ചു തനിക്ക് നേരെ തിരിച്ചു. ശില പോലെ നിൽക്കുന്നവളുടെ ഷോൾഡറിൽ നിന്നും ടോപ്പ് താഴേക്ക് നീക്കി. ഇത് ഞാൻ കണ്ടിട്ടുണ്ട് വൈക, പറഞ്ഞുകൊണ്ട് പൊക്കിൾ ചുഴിക്ക് സമീപമുള്ള വലിയ പച്ചമറകിൽ അമർത്തി അവൻ നുള്ളി. വേദന കൊണ്ട് അവളിൽ നിന്നും ഉയർന്നു വന്ന ശബ്ദത്തിൽ ആവേശത്തോടെ വീണ്ടും വീണ്ടും അവൻ്റെ വിരലുകൾ അവളെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. ബെഡ്റൂമിൽ മഹേഷ് നീതി പുലർത്തുമെന്നവൾ വെറുതെ മോഹിച്ചിരുന്നു. തന്നെ ചേർത്ത് പിടിക്കുന്നതും ചുംബനങ്ങൾ കൊണ്ട് പൊതിയണമെന്നും തൻ്റെ മനസ്സ് ആഗ്രഹിച്ചിരുന്നു. കോർത്തു പിടിച്ചിരിക്കുന്ന വിരലുകളിൽ ചുംബിക്കുന്നത്, അങ്ങനെ മിഴികൾ കൊണ്ട് തൻ്റെ അനുവാദത്തോടെ തന്നിലേക്ക് വന്നു ചേരുന്നവനെ വെറുതെ മോഹിച്ചിരുന്നു. മുന്നിൽ നിൽക്കുന്നവൻ പൂർണ്ണ നഗ്നനാണെന്ന സത്യത്തെ ഉൾക്കൊള്ളാനാവാതെ വൈക കണ്ണുകൾ മുറുക്കി അടച്ചു കളഞ്ഞു. അരക്കെട്ടിലും മാറിലും മുറുകുന്ന അവൻ്റെ വിരലുകൾ നൽകുന്ന വേദനയിൽ കുതറി മാറാൻ ശ്രമിക്കുന്നവളെ മഹേഷ് ബലമായി പിടിച്ചു വെച്ചു. അരികിൽ ചേർത്തിരുത്തി പ്രണയത്തോടെ തന്നോട് സംസാരിച്ച് പ്രണയചുംബനങ്ങൾ പ്രതീക്ഷിച്ചവൾക്ക് അവൻ്റെ പ്രവൃത്തിയിൽ ഹൃദയം പൊടിഞ്ഞു. മഹേഷേട്ടാ, ഇടുപ്പിൽ മുറുകിയ അവൻ്റെ കൈകളെ തടഞ്ഞുകൊണ്ട് വൈക വിറയലോടെ വിളിച്ചു. ഒരുതരം വാശിയോടെ അവൻ കാണിക്കുന്ന പരാക്രമത്തിൽ സഹികെട്ടവനെ ശക്തിയായി പിന്നിലേക്ക് തള്ളി. പിന്നെ എന്നാ ഊമ്പാനാടി മോളെ നീ ഇതും കഴുത്തിൽ ഞാത്തിക്കൊണ്ട് നടക്കുന്നത്? അവളുടെ കഴുത്തിൽ കിടന്ന താലിമാലയിൽ പിടിച്ച് ശക്തിയായി മഹേഷ് വലിച്ചു. അവൻ തുപ്പിയ വാക്കുകളിൽ തറഞ്ഞു നിന്നതുകൊണ്ടാകാം കഴുത്തിൽ മാല മുറുകിയ വേദന പോലും അവൾ അറിയാതെ പോയത്. പറയടി, മഹേഷ് ചീറി. മഹേഷേട്ടാ, എനിക്ക് കുറച്ച് സമയം വേണം പ്ലീസ്, വിതുമ്പി പറഞ്ഞവൾ. മഹേഷ് നെറ്റിയൊന്ന് അമർത്തി തടവി സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചവൻ. ലുക്ക് വൈക, നീ സമയമെടുത്താലും ഇല്ലേലും നമുക്കിടയിൽ ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. അവളെ തോളിലൂടെ ചുറ്റിപ്പിടിച്ച് ബെഡിലേക്കിരുത്തി. മുന്നിലിരിക്കുന്നവനെ നോക്കാതെ മിഴികൾ താഴ്ത്തിയിരിക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്നും മിഴിനീർ പൊഴിഞ്ഞു. അവളിലെ പെണ്ണിൻ്റെ മാനസിക സമ്മർദ്ദം മനസ്സിലാക്കാതെ തൻ്റെ ശരീരത്തിൻ്റെ ദാഹമകറ്റാൻ ശ്രമിക്കുകയായിരുന്നു മഹേഷ് അപ്പോൾ.